മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് അറിയാത്തവരാണ് നമ്മളിൽ പലരും. ഗൈനക്കോളജിസ്റ്റുകൾക്ക് പോലും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. പക്ഷേ നമ്മുടെ പുതുതലമുറ മെൻസ്ട്രൽ കപ്പുകൾ സജീവമായി ഉപയോഗിച്ചു തുടങ്ങി. ആർത്തവ സമയത്ത് ഉടുപ്പിൽ രക്തം പറ്റിയിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കാത്ത സ്ത്രീകൾ ഉണ്ടാകില്ല. എന്നാൽ അതിനൊക്കെയുള്ള പ്രതിവിധിയാണ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് എന്നാൽ ആർത്തവകാലത്ത് സാനിറ്ററി പാഡിന് പകരം ഉപയോഗിക്കുന്ന കുഞ്ഞു കപ്പ്. ആർത്തവരക്തം യോനിക്കുള്ളിൽ വെച്ച് തന്നെ കപ്പിനുള്ളിലേക്ക് ശേഖരിക്കാൻ കഴിയും എന്നതുൾപ്പെടെ ഇതിന് ഗുണങ്ങൾ ഏറെയാണ്. 12 മണിക്കൂറുകൾ വരെ കപ്പ് ശരീരത്തിൽ വെക്കാമെന്നും പിന്നീട് അതിൽ നിറഞ്ഞ രക്തം ടോയ്ലറ്റിലേക്ക് പകർന്നാൽ മതിയെന്നതുമാണ് കപ്പിന്റെ പ്രധാന ഗുണങ്ങൾ. സാനിറ്ററി പാഡുകൾ നശിപ്പിക്കുകയോ കത്തിക്കുകയോ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും കപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകില്ല. കേരളത്തിലെ വിപണിയിൽ കപ്പുകൾ ലഭ്യമായിട്ടില്ലെങ്കിലും ഇന്നത്തെ പുതുതലമുറ ഓൺലൈൻ വഴി കപ്പുകൾ ഉപയോഗിച്ചു തുടങ്ങി. അതിന്റെ ഒരു എൻവയോൺമെന്റൽ ആസ്പെക്ട് ആണ് എനിക്കൊരു അട്രാക്ഷനായി തോന്നിയത്. അങ്ങനെ ഞാൻ ഇത് ഓർഡർ ചെയ്യുന്നത് ഓൺലൈനാണ് ഓർഡർ ചെയ്തത്. അപ്പം മെൻസ്ട്രൽ കപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു 10 വർഷത്തേക്ക് ഈ ഒരു കപ്പ് നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല ഇത്രയും കാലത്തെ എല്ലാ പ്ലാസ്റ്റിക്കിന്റെയും യൂസേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതാണ് എന്റെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ആദ്യം ഒറ്റ പ്രാവശ്യം അത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി. ഒന്നാമത് ഒറ്റൊരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയത് എനിക്ക് മെൻസ്ട്രൽ പീരീഡ്സ് ആയിരിക്കുന്ന സമയമാണെന്നുള്ള ഞാനങ്ങ് മറന്നു. സിലിക്കൺ കൊണ്ടാണ് കപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. തിളച്ച വെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്ത് കപ്പ് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. 400 മുതൽ 2000 രൂപ വരെയാണ് കപ്പിന്റെ വില. ജീവിതകാലം മുഴുവൻ വാങ്ങുന്ന സാനിറ്ററി പാഡിന്റെ വില കപ്പുകൾക്കില്ലെന്നാണ് ഇത് ഉപയോഗിച്ചവർ പറയുന്നത്. നൃത്തം ചെയ്യുകയും നീന്തുകയും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കപ്പ് ഉപയോഗിക്കുമ്പോൾ പതിവ് പോലെ ചെയ്യാവുന്നതാണ്. വീണ്ടും വീണ്ടും തിളപ്പിച്ച് സൂക്ഷിച്ച് വൃത്തിയായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് നാളേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ ഒരു തവണ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ലൊരു തുകയാവുമെങ്കിൽ ഇതിന്റെ വില പിന്നീട് കുറയുമെങ്കിലും പക്ഷേ 4-5 വർഷത്തെ ഉപയോഗം ആലോചിക്കുമ്പോൾ ഒരു വർഷം 12 പീരീഡ്സ് വരുന്ന ഒരാൾ അങ്ങനെ 5 വർഷം 60 പീരീഡ്സിന് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് വലിയൊരു ലാഭം, സാമ്പത്തിക ലാഭം അതിനകത്തുണ്ടാക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ടാമ്പണിനേക്കാളും ഫലപ്രദമാണിതെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. വജൈനൽ ടാമ്പൺസിന് ഉപയോഗിക്കുമ്പോൾ അവിടെ ബ്ലഡ് അബ്സോർബ് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ കളക്ട് ചെയ്യുന്ന ബ്ലഡ് ആകുമ്പോൾ അത് അതുപോലെ നിന്നിട്ട് പിന്നെ അതിനെ അങ്ങ് എടുത്ത് കളയാം. ആ കളക്ട് ചെയ്യുന്ന ബ്ലഡ് കെട്ടി നിൽക്കത്തേയുള്ളൂ. അത് സെർവിക്സ് എന്ന് പറയുന്ന യൂട്രസിന്റെ താഴത്തെ അവയവത്തിനകത്തേക്ക് കയറി പോവുകയും അല്ലെങ്കിൽ മറ്റ് ശല്യങ്ങളൊന്നും ചെയ്യത്തുമില്ല. ആ ഡ്രൈനസ് കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാനോ അല്ലെങ്കിൽ ഡ്രൈനസ് കാരണം മുറിവുകളൊക്കെ വരാനോ ഒക്കെയുള്ള സാധ്യത വജൈനൽ ടാമ്പണിൽ കൂടുതലാണ്. പാഡിൽ അത്രയും വരുന്നില്ല. കപ്പിന് ഗുണങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിന് ചെറിയ ദോഷവശങ്ങളും ഉണ്ടാകാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പ്രധാനമായിട്ടുള്ള ഇത് വെക്കുകയും എടുക്കുകയും ചെയ്യാന്ന് പറയുന്ന ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. അതിന്റെ ചെറിയൊരു പരിശീലനം നമ്മളെപ്പോഴും പറയും, ഏത് കാര്യവും പഠിക്കാനുള്ളൊരു ലേണിംഗ് കർവ് എന്ന് പറയും, അത് ആവശ്യമായിട്ട് വരും. കാരണം നല്ല വൃത്തിയുള്ള കൈകൾ കൊണ്ട് വേണം വെക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് വെച്ച് വൃത്തിഹീനമായ കൈകളാണെങ്കിൽ ഇൻഫെക്ഷൻസ്, ഈവൻ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്ന വളരെ അണുബാധ കൂടിയ ഇൻഫെക്ഷൻ ഉണ്ട് ടാമ്പണൊക്കെ വെക്കുമ്പോൾ വരുന്നത്. അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. ഈ ബ്ലഡ് ഇങ്ങനെ എടുത്ത് ബ്ലഡ് നമ്മൾ തന്നെ ഒഴിച്ച് കളയണം. അത് കാണുമ്പോൾ ഉള്ള ആ ഒരു വൈകാരിക ബുദ്ധിമുട്ട് അത് വരാം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പോലുള്ള കോൺട്രസെപ്റ്റീവ് ഉപകരണങ്ങൾ, അതായത് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഇത് വെക്കുകയും എടുക്കുകയും ചെയ്യുമ്പോഴേ അതിനൊരു ത്രെഡ് വെളിയിലോട്ടുണ്ട് കോപ്പർട്ടിക്ക്. അതെങ്ങോട്ടെങ്കിലും തെന്നി മാറാനും ആ ഗർഭനിരോധന മാർഗ്ഗം ഫെയിലർ ആകാനും ഉള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. കേരളത്തിലെ സ്ത്രീകൾ സാനിറ്ററി പാഡുകൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് നാളുകൾ അധികമായിട്ടില്ല. തുണികളിൽ നിന്നും പാഡുകളിലേക്കുള്ള ചൂടുമാറ്റം ക്രമേണയായിരുന്നു. ഇപ്പോൾ ഇതാ സാനിറ്ററി പാഡുകൾക്ക് മെൻസ്ട്രൽ കപ്പുകൾ വഴിമാറി തുടങ്ങുകയാണ്. അശ്വതി ഗോപി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.